ശ്രീ സജി നന്ദ്യാട്ട് സിനിമാ മേഖലയിൽപ്പെട്ട ഒരു വനിതയാണ് ഈ കേസിലെ പരാതിക്കാരി. അവർ നേരിട്ടത് അതിക്രൂരമായ പീഡനമാണ്. ആ അതിജീവിതയ്ക്കും അവരുടെ പക്ഷത്തിനും നീതി കിട്ടി എന്ന് തോന്നുന്നില്ല. അപ്പോൾ സിനിമാ സംഘടനകളും സ്വാഭാവികമായും ആ ഒരു അഭിപ്രായത്തെ പിന്തുണയ്ക്കേണ്ടതല്ലേ? ഒരോളം സൃഷ്ടിക്കാൻ തന്നെയാണ് ഈ സദാശിവം വന്നിരിക്കുന്നത്. അല്ല, നീതി കിട്ടിയില്ല എന്ന് തോന്നുന്നത് നിങ്ങൾക്കാണ്. ശരി, ആദ്യമേ നിങ്ങൾ കെട്ടിപ്പൊക്കിയ 8.5 വർഷക്കാലം നിങ്ങൾ കെട്ടിപ്പൊക്കിയ മാധ്യമ വിചാരണ, അതിന് മുഖത്തേറ്റ ഏറ്റവും വലിയ അടിയാണ് ഇന്നത്തെ വിധി. ഓഹോ, 1 മുതൽ 6 വരെ പ്രതികളെ ശിക്ഷിച്ചിരിക്കുന്നു, അതിനും ഞങ്ങൾ കൈയടിക്കുന്നു. എന്നാൽ 7 മുതൽ 10 വരെയുള്ള പ്രതികളെ വെറുതെ വിട്ടിരിക്കുന്നു, അത് മോശമായി പോയി. ഈ ചിന്താഗതി എന്ത് ചിന്താഗതിയാണ് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്കൊന്നും മനസ്സിലാവില്ല. എനിക്കെല്ലാം മനസ്സിലായി. ഇവിടെ 2 ഇരകളാണ്, ഒന്ന് ഈ അതിജീവിത, ഒന്ന് ദിലീപ്. എന്തോ എങ്ങനെ ദിലീപിനെ മനഃപൂർവ്വം ഫ്രെയിം ചെയ്ത കേസാണിത്. ഒരു മാറ്റമില്ലല്ലോ ഇതിന്. ഞാൻ ചോദിക്കുന്നത്, എന്റെ അഭിലാഷേ, നിങ്ങളുടെ കലിപ്പം കൊണ്ട് തീരുന്നില്ല. നിങ്ങൾക്ക് ദിലീപിനെ ശിക്ഷിച്ചാൽ മാത്രമേ അല്ല, ദിലീപിനെ ശിക്ഷിക്കുക എന്നുള്ളതല്ല, 8.5 വർഷക്കാലം എന്ത് സംഭവം നടന്നാലും അതിൽ നീതി ഉറപ്പാക്കപ്പെടുക എന്നുള്ളതാണ്. അത് പൊതുസമൂഹത്തിന്റെ ആവശ്യമല്ലേ സാർ? അല്ലാതെ ഇപ്പോ ഞാൻ നേരിട്ട് ദിലീപിനെ ആകെപ്പാടെ ഒരു തവണ കണ്ടിട്ട് പോലും ഉള്ളൂ, അതും ദൂരേന്നാണ്. എന്തിനാണ് ദിലീപിനോട് പ്രത്യേക ശത്രുത? ഒരു ശത്രുതയില്ല ദിലീപിനോട്. ഇവിടെ നീതി ഡെലിവർ ചെയ്യപ്പെടുക, ജസ്റ്റിസ് എന്നുള്ളതാണ് പ്രശ്നം. എന്താ കാര്യം? അപ്പൊ അഭിലാഷം, ഞാൻ തിരിച്ച് അഭിലാഷം ഇടപെടരുത്. നിങ്ങൾ മറ്റുള്ളവർ സംസാരിച്ചപ്പോ എന്തോ ഒരു മെഴുകു കൊടുക്കരുത്, എന്തൊരു മെയ്വഴക്കം. താങ്കൾ പറയുന്നതിലാണ് എനിക്ക് എതിർവാദങ്ങളുള്ളത്, അതുകൊണ്ടാണ്. മാന്യമായി സംസാരിക്കാം. ശശിയെ എന്നാണ് ഈ പറയുന്നത്? ഇന്ന് നമ്മുടെ രാമപിള്ള സാറിന്റെ ഇന്റർവ്യൂ കണ്ടല്ലോ, അദ്ദേഹം എന്താ പറഞ്ഞേ? 50 വർഷമായി ഞാൻ ക്രിമിനൽ വക്കീലായിട്ട് എന്റെ ജീവിതത്തിൽ ആദ്യമാണ് ഒരു തെളിവ് പോലും ഇല്ലാതെ ഒരു കേസ് കാണുന്നത്. അതിന്റെ അർത്ഥം എന്താണ്? ഇത് ഫാബ്രിക്കേറ്റഡ് ആണ്. നിങ്ങൾക്കിപ്പോ ഇതൊരു സമ്മതമല്ല. വിധി ദിലീപിനെ ശിക്ഷിച്ചാൽ വിധി അടിപൊളി. ദിലീപിനെ എങ്ങനെ ശിക്ഷിക്കേണ്ടത്? തെളിവിന്റെ അടിസ്ഥാനത്തിലാണ്, അതോ നിങ്ങളുടെ മാധ്യമങ്ങളുടെ ഈ വിചാരണയിലാണോ ദിലീപിനെ ശിക്ഷിക്കേണ്ടത്? പറയൂ. ശ്യാമളൻ സാറിന് നല്ല ഉഷാറിലാണല്ലോ. ഇവിടെ എന്താ ഒരാൾ ഉയർന്നു പോടും? ഈ ദിലീപിനോടുള്ള ഗ്രഡ്ജാണ്. ഈ ഗ്രഡ്ജ് എങ്ങനെയാണ് തീർക്കണം? ദിലീപിന്റെ പടത്തിൽ അഭിനയിക്കാൻ സാധിക്കാത്തവർ, ദിലീപിന്റെ വളർച്ചയിൽ അസൂയ പൂണ്ടവർ, ഇതിനെല്ലാം അടിസ്ഥാന കാരണം എന്താ? കാവ്യ മാധവനെ ദിലീപ് വിവാഹം കഴിച്ചു, ഇതാണല്ലേ അടിസ്ഥാന കാരണം. ഈ ഫൂളിഷ് ലൈസ് ഒക്കെ എല്ലാവരും വിശ്വസിക്കുന്നു വിചാരിച്ചിട്ടാ? സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്ന നാക്കെടുത്താന്നുണേ പറയും. ദിലീപിനെതിരെ കത്തെഴുതിയ LLB വിദ്യാർത്ഥി ആദ്യം പറഞ്ഞ മൊഴിയല്ലേ സത്യം? ദിലീപ് ഏട്ടനെ കൊടുക്കാൻ എന്നെ കൊണ്ട് എഴുതിച്ചതാണ്. അടുത്തത് മാർട്ടിൻ എന്താ പറഞ്ഞ? മാർട്ടിൻ കേൾക്കണോ? എന്താണെന്ന് വെച്ചാ പറ. മാർട്ടിൻ പറഞ്ഞില്ലേ, ഇതിലെ പ്രതി ഈ കേസ് ദിലീപ് ഏട്ടനെതിരെ ഗൂഢാലോചന നടത്തിയത് ആരാണ്? ശ്രീകുമാർ മേനോനും മഞ്ജു വാര്യരും മറ്റൊരു നടിയും കൂടിയാണ് എന്ന് പറഞ്ഞ ബൈറ്റ് വേണോ? അങ്ങനെ കഥകൾ എന്താ ആർക്കാ പാടി നടക്കാൻ വയ്യാത്തേ? നീതിപൂർവകമായ ട്രയലിലാണ് ദിലീപ് കുറ്റമുക്തനാക്കിയത്, ദിലീപ് കുറ്റമുക്തനാക്കപ്പെട്ടത് എന്ന് വിശദീകരിക്കാൻ താങ്കൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പറയാം. ഞാൻ പറഞ്ഞുതരാം, വെരി സിമ്പിൾ. ഒന്നാമത് ബൈജു കൊട്ടാരക്കര പറയുകയാണ്, അതായത് ദൃശ്യം മെമ്മറി കാർഡിന്റെ ആഷ് വാല്യൂ മാറി. അറിയില്ലേ? ഈ മെമ്മറി കാർഡ് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന ആരാണ്? അന്വേഷണ ഉദ്യോഗസ്ഥരും പബ്ലിക് പ്രോസിക്യൂട്ടറും ആണേ, എല്ലാവർക്കും അറിയാവേ. കോടതിയുടെ സേഫ് കസ്റ്റഡിയിൽ ഇരിക്കുമ്പോഴാണ് മാറിയത്. അതിനോട് പ്രസക്തിയില്ല. കോടതിയുടെ മെമ്മറി കാർഡിന്റെ ആശാല് മാറിയെന്ന് ഞാൻ എന്റെ വാഹനം അല്ല പറയട്ടെ അഭിലാഷേ, ചുമ്മാ മനുഷ്യനെ ആടിനെ പട്ടിയാക്കല്. ഞാൻ പറയുന്നത് നിങ്ങൾ എന്റെ യുക്തി, ഞാൻ യുക്തിയുള്ള ജനങ്ങളോട് സംസാരിക്കുന്നത്. നിങ്ങൾക്ക് അസകൃഷ്ണ മര്യാദയില്ല, നിങ്ങൾക്ക് ഇതുവരെ മടുത്തില്ലേ? നീ അങ്ങ് ഉണ്ടാക്കല്ലേ. അല്ലല്ല, ഞാൻ പറഞ്ഞ ഒറ്റ ചോദ്യം, കോടതിയുടെ സേഫ് കസ്റ്റഡിയിൽ ഇരിക്കുമ്പോഴാണ് നിങ്ങൾ. ഞാൻ ചർച്ചയിൽ പോവാ, നിങ്ങൾ അല്ല, ഇത് വസ്തുത അല്ലെങ്കിൽ പറ, ആണോ അല്ലയോ പറയട്ടെ. സമ്മതിക്കുന്നല്ലോ. നിങ്ങൾക്ക് ദിലീപിന്റെ വിധി മോശമാണ്, അത് ഫേവറബിൾ എന്ന് വരുത്താനല്ല നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല, ചോദ്യത്തിന് ഉത്തരം പറ. ഞാൻ പറയുന്നു, ദൃശ്യത്തിന്റെ ആഷ് വാല്യൂ മാറിയിട്ടില്ല. ചേട്ടാ, ഇത് എന്തുവാണ് ജനങ്ങളെ കളിപ്പിക്കാൻ നിങ്ങള്? ദൃശ്യത്തിന്റെ ആഷ് വാല്യൂ മാറിയിട്ടില്ല, പകരം അതിലുണ്ടായിരുന്ന പല കേസുകളുടെ ആഷ് വാല്യൂ മാറി. ഈ മെമ്മറി കാർഡ് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത് നിയമപരമായി കോടതിയാണെങ്കിലും ഉപയോഗിച്ചുകൊണ്ടിരുന്നതും ആരാണ്? പോലീസാണ്. ആണോ? നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഇപ്പോഴും ദിലീപ് നിങ്ങളുടെ കുറ്റവാളിയാക്കാൻ മാക്സിമം അയാളെ നശിപ്പിക്കാവോ? അയാളുടെ 8 വർഷത്തെ ജീവിതം കളഞ്ഞു, അയാളുടെ കരിയർ കളഞ്ഞു, അയാളുടെ കുടുംബത്തെ വഴിയാതെ
അല്ലല്ലോ സയ്യിദ് ചേട്ടാ, അന്ന് പറഞ്ഞത് കോടതി അല്ല, നേരത്തെ പറഞ്ഞത് ഇതൊന്നും അല്ലായിരുന്നല്ലോ. നിങ്ങൾ മാധ്യമങ്ങളാണോ വിധിക്കുന്നത്? നിങ്ങൾ മാധ്യമങ്ങളല്ലല്ലോ, കോടതിയല്ലേ വിധിക്കേണ്ടത്. കുടുംബം നശിപ്പിച്ചിട്ട് ഇപ്പോഴും ഇരുന്നുകൊണ്ട് നിങ്ങൾ മാധ്യമങ്ങളാണോ കേസെടുത്തത്? മാധ്യമങ്ങളാണോ ട്രയൽ നടത്തിയത്? മനസാക്ഷി മാധ്യമങ്ങളാണോ കേസെടുത്തത്? മാധ്യമങ്ങളാ കേസെടുപ്പിച്ചത്. എങ്ങനെ ഇരിക്കണം? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞതാ ഇതിൽ ഇല്ലെന്ന്. മുഖ്യമന്ത്രി പറഞ്ഞോ മാധ്യമങ്ങളാ കേസെടുപ്പിച്ചെന്ന് പറഞ്ഞോ? ചർച്ച നടത്തണം, പരസ്യത്തിന് കാശ് പിടിക്കണം. നിങ്ങളൊക്കെ എന്തൊക്കെ ഇത് സാമാന്യ ബുദ്ധിയുള്ള ജനങ്ങൾക്കെല്ലാം മനസ്സിലായി. അതെ ഞങ്ങൾ ചോറ് തന്നെ കൊണ്ടുവന്നെ. എന്തുകൊണ്ട് തെളിയിക്കാൻ പറ്റിയില്ല എന്നുള്ളത് വിധിപ്പകർപ്പ് വരുമ്പോഴാണല്ലോ പൂർണ്ണമായും പറയുക. നമ്മുടെ ഈ ട്രയലിനിടയിൽ നടന്ന കാര്യങ്ങൾ എന്തൊക്കെയെന്ന് സൂചിപ്പിച്ചു പോവുകയാണ്. മലയാളിക്കെല്ലാം മനസ്സിലായി സാർ. അല്ല, അപ്പൊ ഇനി എല്ലാം കൂടെ മലയാളിയുടെ തലക്കിട്ടോ. ബുദ്ധിക്ക് നല്ല സ്ഥിരതയില്ലേ? ഇവിടെ എത്ര പ്രാവശ്യം ചർച്ച ചെയ്താ? ശരി ശരി ശരി, ഇപ്പൊ പറഞ്ഞതാണ് കറക്റ്റ്. മലയാളികൾക്കെല്ലാം അറിയാവുന്നവർക്കും മനസ്സിലായിട്ടുണ്ട് സജീവൻ തിയാട്ട്. മാധ്യമ വിചാരണ അല്ല, മാധ്യമ വിചാരണ അവിടെ നിൽക്കട്ടെ. കോടതിയിൽ നടന്ന വിചാരണ ഫെയർ ആണോ അല്ലയോ എന്നുള്ള സംശയമാണല്ലോ അതിജീവനയോടൊപ്പം നിൽക്കുന്ന ആളുകൾ പ്രകടിപ്പിക്കുന്നത്. മാധ്യമ വിചാരണ കൊണ്ട് ഇപ്പൊ ആരെയും കൂട്ടിക്കൊല്ലാനോ ജയിലിലടക്കാനോ ഒന്നും പറ്റില്ലല്ലോ. അതിജീവിതയ്ക്ക് നീതി ലഭിക്കത്തുള്ളൂ. നിങ്ങൾ എന്താ പറഞ്ഞു വെക്കുന്നത്? ആർക്കായാലും സംശയം തോന്നാം, എനിക്ക് എന്താ വേറെ പണിയില്ലേ? ഞങ്ങളും ചോദിച്ചു. നിങ്ങളെ കള്ളക്കേസ് ഉണ്ടാക്കിയിട്ട് ദിലീപിനെ ശിക്ഷിച്ചിട്ട് മാത്രമേ അതിജീവിതയ്ക്ക് നീതി ലഭിക്കുന്ന എപ്പോഴാ? യഥാർത്ഥ പ്രതിയെ ശിക്ഷിക്കുമ്പോഴാ. ശിക്ഷിച്ചോ? നാണം ഉണ്ടോ നിങ്ങൾക്ക്? നാണം. അല്ല, യഥാർത്ഥ പ്രതിയെ ശിക്ഷിച്ചോ? ആരാ യഥാർത്ഥ പ്രതി? CBI വരാൻ തന്നെ സമ്മതിക്കാഞ്ഞേ? CBI വരാൻ സമ്മതിക്കാഞ്ഞേ? ഈ അരവട്ടന്മാരെയൊക്കെ എന്തിനാ പണിക്കൊണ്ട് നടക്കുന്നത്? ഇനി അടുത്ത കോടതിയിലേക്ക്, ഹൈക്കോടതിയിലേക്കും സുപ്രീം കോടതിയിലേക്കും ഒക്കെ എത്തട്ടെ. ആഹ്ലാദിക്കാം, അർമാദിക്കാം. അതിനിപ്പോ ഈ രാത്രിയിൽ കുഴപ്പമൊന്നും, ഞാനതിന് കുറ്റമൊന്നും പറയില്ല. പക്ഷേ ഒരല്പം സംയമനം നല്ലതാണ്. എടാ നിനക്ക് വേറെ പണിയില്ലേ എന്റെ സൽവാനക്കായിട്ട് വർത്താൻ പറഞ്ഞിരിക്കാൻ? ഒരു പാവപ്പെട്ട ഒരു മനുഷ്യൻ അയാൾ സിനിമാ നടനായി പോയി, അതിന് കാശുണ്ടായി. അപ്പോ സിനിമ നടിയായി പോയ പെൺകുട്ടിയോ, സിനിമ നടിയായി പോയ പെൺകുട്ടിയോ, അവർ നേരിട്ട ഇപ്പോഴും നേരിടുന്ന ട്രോമയോ, അതെന്താ സജീവ് നന്ദിയാട്ടൊരു വിഷയമല്ലാത്തത്? ഒരു മനുഷ്യന്റെ കരിയർ നശിപ്പിച്ചിട്ട് എന്നിട്ട് കരിയറല്ല, ഒരു പെൺകുട്ടിയുടെ ജീവിതം അപ്പാടെ അവർക്ക് ഇനി ജീവിച്ചിരിക്കുന്ന കാലത്തോളം ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ആഘാതം, അവരുടെ ട്രോമ, അത് ചെറിയ കാര്യമാണോ? വായുനൂലും പറഞ്ഞാണ്ടല്ലോ. എന്റെ പൊന്ന് സജീവ് നന്ദിയാട്ടെ, സഹപ്രവർത്തകരെ റേപ്പ് ചെയ്യാൻ കൊട്ടേഷൻ കൊടുക്കുന്ന ആളുകളുടെ ജീവിതത്തിന്റെ മഹിമയോർത്ത് അല്ലെങ്കിൽ അതിന്റെ തകർച്ചയോർത്തുള്ള മനസ്താപമൊന്നും എന്തായാലും എനിക്കില്ല. താങ്കൾക്കുണ്ടെങ്കിൽ അത് താങ്കൾ വെച്ചോ. ഒരു പെൺകുട്ടി അവരുടെ ജീവിതം, അവരുടെ കരിയറല്ല, അവരുടെ ജീവിതമാണ്. അവരുടെ ജീവനുള്ള കാലത്തോളം അവർക്ക് ട്രോമ ഉണ്ടാവും. അതിനെ അങ്ങ് നിസാരവൽക്കരിക്കല്ലേ? നിങ്ങൾ പൊതുസമൂഹത്തെ കബളിപ്പിച്ചു. പാവാട നിങ്ങളാണ് പറഞ്ഞത്. പേട്ടൻ പാവാട എന്ന് പറഞ്ഞത് ആരാ? നിങ്ങൾ മാപ്പ് പറ പൊതുസമൂഹത്തോട്. 8 കൊല്ലമായിട്ട് പേട്ടൻ പാവാട എന്ന് പറയുന്നത് ഞാനല്ല, നിങ്ങളാണ്. ആ പാവാട സജീവ് നന്ദിയാട്ടെ, ആ പാവാട കഴിഞ്ഞ 8 കൊല്ലമായിട്ട് നന്നായിട്ട് അലക്കി വെളുപ്പിക്കുകയായിരുന്നല്ലോ. ഇപ്പൊ കഴിഞ്ഞല്ലോ, അതുകൊണ്ട് അത് മടക്കി അലമാരി വെച്ചേരെ. പേട്ടൻ പാവാട എന്ന് പറഞ്ഞത് ഞാനല്ല, നിങ്ങളാണ്. ഒരു തവണയല്ല, കഴിഞ്ഞ 8 കൊല്ലമായിട്ട് തന്നെയാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനിയുണ്ടല്ലോ കോടതി. അതുകൊണ്ട് ഒരു പൊടിക്ക് അടങ്ങ് സജീവ് നന്ദിയാട്ടെ. ട്രയൽ കോടതി വിധി വന്നല്ലേ ഉള്ളൂ. ഒരു പൊടിക്ക് അടങ്ങുന്നത് നല്ലതാ. കുറച്ചൊരു പൊടിക്ക് അടങ്ങ്. നിങ്ങളെ ചർച്ചയില് ദിലീപിനെ വെറുതെ വിട്ടത് ശരിയായില്ലെന്ന് സ്ഥാപിക്കാൻ കുറെ ആൾക്കാരെ ആര് സ്ഥാപിച്ചു? അവരവരുടെ അഭിപ്രായങ്ങൾ, അതും ലീഗൽ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നാണ് പറയുന്നത്. നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നോ ഇൻഫർമേഷൻ, വിവരമില്ല. വെർഡിക്റ്റ് ചർച്ച ചെയ്യൂ. വെർഡിക്റ്റ് വരട്ടെ, വെർഡിക്റ്റ് വരട്ടെ, എന്നിട്ട് ചർച്ച ചെയ്യണം പ്ലീസ്. വെർഡിക്റ്റ് വരട്ടെ. വെർഡിക്റ്റിന്റെ താങ്കളുടെ കയ്യിലുണ്ടല്ലോ. വരട്ടെ. എന്നെ വിളിക്കണം കേട്ടോ പ്ലീസ്. വിളിക്കും. പിന്നെ ആരെ? താങ്കളെ വിളിച്ചില്ലെങ്കിൽ പിന്നെ ആരെ വിളിക്കും? ഈ പറഞ്ഞതിന് വേറൊരർത്ഥം ഇല്ലേ? ഏയ്, അങ്ങനെ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. ബൈജു കൊട്ടാരക്കര. ഇപ്പൊ സജീവൻ തേട്ട് ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. ദിലീപിന്റെ വളർച്ചയിൽ ആർക്കായിരുന്നു അസൂയ എന്ന് സജീവൻ തേട്ട് ഒന്ന് പറയണം. ഒന്ന് പേരെടുത്ത് പറയൂ. ആർക്കായിരുന്നു ദിലീപിന്റെ ഈ വളർച്ചയിൽ അസൂയ? ആർക്കായിരുന്നു? കാവ്യമാധവനെ ദിലീപ് കല്യാണം കഴിച്ചതിൽ ആർക്കായിരുന്നു അസൂയ? അത് പിന്നെ അതിജീവിതം 4 തവണ കൊടുത്തില്ലേ ഈ ജഡ്ജിനെ മാറ്റണം? ജഡ്ജ് എന്തോ എഴുതാൻ വേണ്ടി പറഞ്ഞപ്പോ ഞാൻ പറയുന്നു കുറിച്ചെടുക്കണം മാഡം എന്ന് പറഞ്ഞപ്പോ ഞാൻ നിന്റെ സ്റ്റെനോ അല്ല എന്ന് പറഞ്ഞു എന്നാണ് അതിജീവിതം എന്ന് പറഞ്ഞത്. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. പക്ഷെ അങ്ങനെ വന്നല്ലോ.
അതുകൊണ്ട് ഈ ജഡ്ജിനെ പറ്റില്ല, മറ്റു ജഡ്ജിനെ വെക്കണം എന്ന് സുപ്രീം കോടതി വരെ പറഞ്ഞിട്ടും അത് മാറ്റിയിട്ടില്ല. സ്വാഭാവികം. രണ്ടാമത്തെ കാര്യം, ഈ വിചാരണ കോടതി ഉൾപ്പെടെയുള്ള കോടതികളിൽ നിന്നും 3 കോടതികളിൽ നിന്ന് ആക്സസ് ചെയ്തിട്ട് ഇതിനെക്കുറിച്ച് ഒരു അന്വേഷണം വേണമെന്ന് പറഞ്ഞപ്പോ അന്വേഷണം വേണ്ട എന്ന് പറഞ്ഞതാരാ? ദിലീപാണോ? അയാൾക്ക് എന്തിന്റെ ആവശ്യമായിരുന്നു അതിന് അന്വേഷണം വേണ്ട എന്ന് പറഞ്ഞത്? എന്താ ഉറക്കം വരുന്നു. കാരണം ഒരു നടിയുടെ അവരുടെ ഭാവി വെച്ചുള്ള, അവരുടെ മാനം വെച്ചുള്ള കളിയാണത്. അപ്പൊ അതിനെതിരെ ഒരു അന്വേഷണം വേണമെന്ന് കോടതിയിൽ പറഞ്ഞപ്പോ അത് പറഞ്ഞു അന്വേഷണമേ വേണ്ട. ഇതിന് ഹർജി കൊടുത്ത ആളാണ് ദിലീപ്. അതിന്റെ ഉദ്ദേശം എന്തായിരുന്നു? ഇവരിത് മാനിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ട്. 101% അവർ മാനിപ്പുലേറ്റ് ചെയ്തു. അയ്യോ അങ്ങനെ പറഞ്ഞൂടാ, പിന്നെ ഞാൻ എന്തിനു വന്ന? അവരിത് റീക്രിയേറ്റ് ചെയ്യുന്നതിന്റെ വീഡിയോ വരെ പുറത്തു വന്നില്ലേ? തൃശ്ശൂർ നിന്ന് എറണാകുളം അത്താണി വരെ സഞ്ചരിച്ച് അവിടെ അത് മാനിപ്പുലേറ്റ് ചെയ്ത് ആ വീഡിയോ എങ്ങനെയൊക്കെയാണ് എന്ന് ചിത്രീകരിച്ച് കൊണ്ടു കൊടുക്കുന്നതിന്റെ വീഡിയോ സഹിതം പുറത്തു വന്നതാണല്ലോ. അങ്ങനെ എത്ര തെളിവുകളാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ എന്തിനാണ് ഇവരൊക്കെ ഈ ആടിനെ പട്ടിയാക്കുന്നത്? ഇതിൽ നിന്ന് ഒറ്റ കാര്യമേ മനസ്സിലാക്കാവുള്ളൂ പിന്നെ അഭിലാഷേ, അതായത് പണവും സ്വാധീനവും ഒക്കെ ഉണ്ടെങ്കിൽ നീതിയൊക്കെ ഏത് നീതി ശാസ്ത്രത്തിന് മേലെയായി പോകും എന്ന് മാത്രമേ മനസ്സിലാക്കാനുള്ളൂ. 100% ഞാൻ യോജിക്കുന്നു. എല്ലാം കയ്യിൽ നിന്ന് പോവാ. എനിക്കൊരു ചെറിയൊരു വിഷമം മാത്രമേ ഉള്ളൂ കേട്ടോ. 8.5 വർഷം കൊണ്ട് മാനസികാവസ്ഥ വളരെ തകരാറിലായ ഈ മാന്യ ദേഹത്തിന് ഒരു 10-15 കോടി രൂപ പിന്നെ സഹായമായിട്ട് അല്ലെങ്കിൽ പിന്നെ ഇതായിട്ട് എന്താ പറയുക നഷ്ടപരിഹാരമായിട്ട് കൊടുക്കാനും കൂടി വിധിക്കാമായിരുന്നു. പക്ഷെ അങ്ങനെ വിധിക്കാത്തതിൽ എനിക്ക് ഖേദമുണ്ട്. ഇനി ഇവിടെ നിന്ന് അഴിവണ്ടാവാ, നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.